ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുഞ്ഞുള്ളി ചിക്കൻ കറിയാണ്. കുഞ്ഞുള്ളി കൊണ്ട് വേഗത്തിൽ എങ്ങനെയാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുഞ്ഞുള്ളി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ സമയം ചിക്കൻ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 300 ഗ്രാം ചെറിയ ഉള്ളി, 3 പച്ചമുളക്, 1 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ചതച്ചത് 2 സ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ശേഷം നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. നേരത്തെ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെച്ച ചിക്കൻ കഷ്ണങ്ങൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/4 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 1/2 സ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയം നേരത്തെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴന്നു വരുവാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ സമയം മീഡിയം സൈസിൽ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉള്ളി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ശേഷം 1 സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ വേവിക്കാൻ വച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ 1/4 വേഗമായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഉപ്പൊക്കെ നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് ചിക്കൻ നന്നായി കുറുകി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ കറി ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ കറിയിൽ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചാറൊക്കെ നന്നായി കുറുകി കഴിക്കുമ്പോൾ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് വിതറി കൊടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞുള്ളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. സൂപ്പർ ടേസ്റ്റാണ്.
ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.